ഗുഡ് മോർണിംഗ് യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഗൈസ്, നമ്മളിന്ന് റോസ്മലയിലോട്ടുള്ള യാത്രയാണ് കേട്ടോ ഗൈസ്. നമ്മളിപ്പം തെന്മല ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് റൈഡാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും പ്ലാൻ ചെയ്യാതെ ജസ്റ്റ് ലിബിന് ഇതേപോലെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ട്രിവാൻഡ്രത്തുനിന്ന് ഒരു 90 കിലോമീറ്റേഴ്സ് റൈഡാണ് കേട്ടോ ഗൈസ്. അപ്പം ഇപ്പം നമ്മൾ തെന്മല എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് തന്നെ എൻ്റെ ട്രയംഫ് ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ ലിബിൻ്റെ ഹിമാലയൻ പവറേജ് എക്സോസ്റ്റും BMC എയർ ഫിൽട്ടറൊക്കെ കയറ്റി റെഡിയാക്കി ഇതാ വെച്ചിട്ടുണ്ട് ലിബിൻ്റെ വണ്ടി. പിന്നെ നമ്മളിവിടെ ഒരു എക്സ്പൾസ് ഉണ്ട്, ഒരു KTM 390 അഡ്വഞ്ചർ ഉണ്ട്, ഒരു മിറ്റിയോർ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇന്നത്തെ റൈഡ് അപ്പോൾ റോസ്മല റോസ്മല നമുക്ക് ഇച്ചിരി ഓഫ് റോഡൊക്കെ ചെയ്യാൻ വേണ്ടി ഒന്ന് ആഗ്രഹമായിട്ടാണ് നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് റൈഡ് കാണാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ടാണ് കേട്ടോ ഈ തെന്മല റൂട്ട്. അപ്പോൾ ഈ റൂട്ട് തന്നെയാണ് തെന്മല, നമ്മൾ തെങ്കാശിയൊക്കെ പോകുന്ന റൂട്ടാണിത്. അപ്പോൾ അടിപൊളി റൂട്ടാണ് കേട്ടോ ഇത്. ഫുൾ റബ്ബർ തോട്ടങ്ങളാണ്, രണ്ട് സൈഡ് നമുക്ക് റബ്ബർ തോട്ടമാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നല്ല രസമാണിത്. ഇപ്പം മോർണിംഗ് റൈഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓൾവേസ് നമുക്ക് സൺറൈസും ഒക്കെ കണ്ട് നമുക്ക് അടിപൊളി ഒരു റൈഡാണ് നമുക്ക് രാവിലെ യാത്ര ചെയ്താൽ കിട്ടുന്നത് കേട്ടോ. അപ്പം പ്രത്യേക ഫീലാണ് ഈ മോർണിംഗ് റൈഡ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് തന്നെ നമ്മളൊരു 5:45 ഒക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് മെയിനായിട്ടും നമുക്ക് ആ ഓഫ് റോഡ് കുറച്ച് ട്രയൽസ് ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. അതാണ് നമ്മൾ റോസ്മല തന്നെ സെലക്ട് ചെയ്യാൻ കാര്യം. പിന്നെ റോസ്മലയെ പറ്റി പറയാനാണെങ്കിൽ അവിടെ മേളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. റോസ്മലയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ആ ചിറ്റാർ ഡാമിൻ്റെ ഏരിയ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് റോസ്മലയിലുണ്ട്. പക്ഷേ ആ വ്യൂ പോയിൻ്റ് നമുക്ക് പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. കാര്യം വ്യൂ പോയിൻ്റ് ഒരു 9 മണിക്ക് എന്ത് തുറക്കത്തുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ റോസ്മല. അപ്പം ഇൻസൈഡ് ത്രൂ ഫോറസ്റ്റാണ് നമ്മൾ അങ്ങോട്ട് എത്തേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ആ ഫ്രണ്ട് വ്യൂ നിങ്ങൾ നോക്കുക, ഒരു രക്ഷയില്ല. അപ്പോൾ ആ സൺറൈസും ചെറിയ ഒരു കോടയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മളിത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാവ്, സൂപ്പർ. അങ്ങനെ തെന്മല എത്തിയിട്ടുണ്ട് നമ്മൾ. വാവ്, അടിപൊളിയല്ല സൺറൈസ്. അങ്ങനെ നമ്മളിപ്പോൾ തെന്മല കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, മൊത്തം കോടയൊക്കെ അടിച്ച് കിടക്കുക, ഒരു രക്ഷയില്ല. രക്ഷയില്ല അല്ലേ, ഫുൾ കോടയൊക്കെ നിറഞ്ഞാണ് കിടക്കുക ഈ സ്ഥലങ്ങളെ.
ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ചെങ്കോട്ട റൂട്ടാണ് കേട്ടോ. ചെങ്കോട്ട റൂട്ടിൽ നമ്മൾ സ്ഥിരം നിർത്തുന്ന ഒരു സ്പോട്ടാണിത്. മേളിൽ കൂടെ റെയിൽവേ പാലമാണ്. താഴെ അവർ ഇതേപോലെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കടയുണ്ട്. ഈ കടയിൽ നമ്മൾ സാധാരണ നിർത്തി നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഒരു കടയാണ്. അപ്പം അടിപൊളി റൂട്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഈ ഒരു സൈഡൊക്കെ നല്ല ഫുൾ കോട പുതച്ച് കിടക്കുകയാണ്. ഇപ്പുറത്തെ സൈഡെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റിവർ ഒഴുകിയാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിതായിപ്പോൾ റോസ്മലയിലോട്ട് കയറുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് ഇതായിപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷനാണ്. ഡീവിയേഷൻ എടുത്ത് ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ ഫോറസ്റ്റിൻ്റെ അകത്തൂടെയാണ് കേട്ടോ ഇത് റൈഡ് മൊത്തം കംപ്ലീറ്റ്. ഇവിടെ നിന്ന് ഫുൾ അത്യാവശ്യം മോശം റോഡൊക്കെയാണ്, ഓഫ് റോഡൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നമുക്ക് ഫോറസ്റ്റ് യാത്ര കാണാം. റെഡിയല്ലേ ഓഫ് റോഡിന്? ഓക്കെ. അപ്പം ഗൈസ്, നമ്മൾ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൽ തന്നെ വെള്ളമാണ്. ഫ്രാക്ഷനൊക്കെ ഓണം. വാവ്, ഇതാണ് ഗൈസ് റൂട്ട്. രക്ഷയില്ലാത്ത റൂട്ടാണത്. ഭയങ്കര നമ്മൾ വാവ് രസമാണ് ഓടിക്കാൻ. ട്രയൽസ് പോലെയാണ്. കുറേ ദൂരം നമുക്ക് ഇങ്ങനെ ഇതേപോലത്തെ ബ്രോക്കൺ റോഡ്സാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. എണീറ്റ് നിന്ന് ഓട്ടിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത് കംപ്ലീറ്റ്. പിന്നെ സൂക്ഷിക്കണം, ചെറിയ കല്ലുകളാണ്. നമ്മളിത്തിരി സ്പീഡ് കുറച്ച് തന്നെ പോകണം ഇവിടെ കൂടെ ഓട്ടിക്കുമ്പോഴേ. കല്ലിൽ കയറി സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആവുന്നുണ്ട്. ഞാൻ ട്രാക്ഷൻ മാറ്റിയിട്ടില്ല. ഒരു നമ്മൾ അഥവാ നമ്മൾ ഹൈ റബും എല്ലാം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ബാക്ക് ടയർ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് വാവ് എക്സ്പൾസ് ഓടോ. അടിപൊളിയല്ലേ എക്സ്പൾസ്. എക്സ്പൾസിന് ഇതൊക്കെ സിമ്പിൾ. അടിപൊളി രസമാണ് കഴിച്ച്. ഇങ്ങനെ ഓഫ് റോഡ് ട്രയൽസ് ഓട്ടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് രസമാണ്.
പിക്ചർ പോകുന്നു. കയറ്റമാണ് ഇങ്ങോട്ട്. ഇത് അടിപൊളിയല്ലേ, ഈ മുള എല്ലാം കൂടെ ഈ സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന സൂപ്പർ റൂട്ടാണ് കഴിക്കുന്നത്. ഇവിടെ കുറേ ദൂരം നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റോഡ്. ബാക്കി ദൂരമാണ് ഈ പൊട്ടിക്കിടക്കുന്നത് കേട്ടോ. ഇതെല്ലാം കോൺക്രീറ്റ് റോഡാണ്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ വാട്ടർ ക്രോസിംഗ് ഉണ്ട്. പക്ഷെ മഴ സമയത്താണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. മഴ സമയത്ത് ഇവിടെ വേറെ ലെവലാണ്. ഫുൾ പല പല സ്ഥലങ്ങളിൽ നമുക്ക് ഇതേപോലെ വാട്ടർ ക്രോസിങ്സ് ഉണ്ടാവും. ഇനി കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വലിയ ക്രോസിംഗ് ഉണ്ട്. അത് ശരിക്കും മഴ സമയത്ത് എനിക്ക് ഒരു പ്രാവശ്യം അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇതായിരുന്നു, സീനായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ കുറേ ദൂരം ഫോറസ്റ്റിൻ്റെ അകത്തൂടെ പോയിട്ട് അതിൻ്റെ അവിടെ റോസ്മല എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ചെറിയൊരു വില്ലേജാണ് കേട്ടോ ഈ റോസ്മല. അപ്പം അവിടെ കുറേ ഫാമിലീസൊക്കെ താമസിക്കുന്നുണ്ട്. ചെറിയൊരു വില്ലേജാണ്. പിന്നെ അവിടെ തന്നെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ കീഴിൽ തന്നെ ഒരു എക്കോ ടൂറിസം പോയിന്റ് പോലെ അവർ ചെയ്തിട്ടുണ്ട്. അതാണ് ആ വ്യൂ പോയിന്റ്. നമുക്ക് അവിടെ കയറ്റി വിടുകയാണെങ്കിൽ ആ വ്യൂ പോയിന്റിലൊന്ന് കയറി നോക്കാം. എന്തായാലും ഈ ഒരു ഓഫ് റോഡ് ട്രെയിൽ നല്ല രസമാണ് ഓടിക്കാൻ. KSRTC വരികയാണ്. ഒതുക്കി കൊടുക്കൂ. KSRTC ഇസ് കമ്മിങ്. KSRTC പോയിട്ടുണ്ട്. വീണ്ടും ഓഫ് റോഡ്. കമോൺ. വൗ മാൻ, ഫ്രണ്ട് ശരിക്കും പോയി. അടിപൊളി. റൂട്ട് തന്നെ അടിപൊളി. ഇവിടെ കൂടെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ശരി. ചിലപ്പോൾ അനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. അനിമൽ സൈറ്റിങ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇച്ചിരി സ്ലോ, അല്ലെങ്കിൽ പാൻറ്റിൽ മൊത്തം വെള്ളമാവും.
അങ്ങനെ നമ്മളിതാ ഇപ്പം ഇവിടെ ഒരു സ്ട്രീം കണ്ടിട്ടുണ്ട് സൈഡിൽ. അപ്പം അവിടെ വന്ന് നിർത്തി. അടിപൊളി റൂട്ടാണ് കേട്ടോ, ഓട്ടിക്കാൻ ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ക്ലൈമറ്റും അടിപൊളി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മേജർ വാട്ടർ ക്രോസിങ് കേട്ടോ, ഈ കാണുന്ന. ഏറ്റവും മേജർ വാട്ടർ ക്രോസിങ് ആണ് കേട്ടോ, അടിപൊളിയാണ് ഓട്ടിക്കാൻ. വാ ഓ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഒന്നുകൂടെ നമുക്ക് വാട്ടർ ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുകൂടെ പോയി. ഓ ബൂട്ടിൻ്റെ അകത്ത് വെള്ളം കയറി, ബൂട്ടിൻ്റെ അകത്ത് വെള്ളം കയറി. എടാ ബൂട്ടിൻ്റെ അകത്ത് വെള്ളം കയറിയടാ. ഇല്ലാത്ത റൂട്ട്. ഓസം റോഡ്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ആനപ്പെണ്ണ കിടന്നു കഴിച്ചു. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. എന്തായാലും പൊളി റൈഡല്ലേ. നോക്കിയ ഫ്രണ്ടിൽ ഓരോ ഈ വലിയ മരങ്ങൾക്കിടയിൽ കൂടെ ആ സൂര്യപ്രകാശം അടിച്ച് വരുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അടിച്ച് പൊളി തന്നെ. അടുത്തൊരു വാട്ടർ ക്രോസിംഗ് ആണ് കേട്ടോ ഇത്. ഇവിടെയാണ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. തുറന്നിട്ടില്ല.
എന്താ ABS കറക്റ്റ് വർക്ക് ചെയ്താൽ ഫ്രണ്ട് ABS. നൈസ്. നൈസ് കേട്ടോ. സ്ക്രാംബ്ലർ എന്ന് ഇതിനെ പറയുന്നതിൻ്റെ റീസൺ ആടിപ്പൊളി. എക്സ്പൾസിൻ്റെ അടുത്ത് നമുക്ക് എത്തില്ല, പക്ഷെ എന്നാലും എക്സ്പൾസിൻ്റെ കൂടെയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റിയ സാധനം തന്നെയാണ് ഈ സ്ക്രാംബ്ലർ. ഓ നൈസായിരുന്നു കേട്ടോ ഓഫ് റോഡ്. ട്രയംഫിൻ്റെ റൈഡിങ് പോസ്റ്റർ, ഈ സ്റ്റാൻഡിങ് പോസ്റ്ററില്ലേ, സ്റ്റാൻഡിൽ ചെയ്യുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. കറക്റ്റ് നമുക്ക് നമ്മുടെ ഒരു 5 feet 8 inches ഒക്കെ ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയതാണ് ഇതിൻ്റെ റൈഡിങ് പോസ്റ്റർ. നമുക്ക് എണീറ്റ് നിന്ന് നമുക്ക് എത്ര ദൂരം ഓടിച്ചാലും നമുക്കങ്ങനെ ഒരു ക്ഷീണം തോന്നുന്നില്ല, സ്പെഷ്യലി ഓഫ് റോഡൊക്കെ. എന്തായാലും ബൂട്ടും പാൻറ്റും എല്ലാം നനഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. അങ്ങോട്ട് പോയി. വെയിൽ വെയിൽ വെയിൽ. അങ്ങനെ ഗൈസ് നമ്മളിതായിപ്പോൾ റോസ്മല ടോപ്പ് എത്തി. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്ത്, ഫോറസ്റ്റിൻ്റെ കീഴിലാണ് കേട്ടോ ഗൈസ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം മേളിലോട്ട് കുറച്ച് ദൂരം നമുക്ക് നടന്ന് കയറാനുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് ട്രെക്ക് ചെയ്ത് വേണം ആ ഒരു വ്യൂ പോയിൻ്റ് എത്താനായിട്ട് കേട്ടോ ഗൈസ്. ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ മേളിൽ ടോപ്പ് കയറുന്നില്ല ഇപ്രാവശ്യം. ഇനി നമ്മൾ തിരിച്ച് റൈഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസ്മല. ജസ്റ്റ് നമ്മുടെ ഈ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ
നമ്മൾ ഒരു രക്ഷയില്ല കേട്ടോ. വാട്ടർ ക്രോസിംഗ് ഒക്കെ വെള്ളമൊക്കെ അടുപ്പിച്ച് തീർപ്പിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കിട്ടി. അടിപൊളി അടിപൊളി. ഇത് എൻ്റെ വണ്ടി നോക്കി ഫുൾ നനഞ്ഞ് ഇവിടെ വരാ നനഞ്ഞിട്ടുണ്ട്. വാ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. വിറ്റ്യോറിൻ്റെ ഇവിടെ ടാഗ് വരെ നനഞ്ഞിട്ടുണ്ട്. ഹിമാലയ ഫുൾ ബൂട്ടൊക്കെ കംപ്ലീറ്റ് വെള്ളം. ഓ അടിപൊളി അടിപൊളി. ഈ ബാഗും ഫുൾ നനഞ്ഞ്. ഓ അടിപൊളി സൂപ്പർ എക്സ്പീരിയൻസ് അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ സഞ്ജിത്ത്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുട്ടവാ എക്സ്പൾസ് എങ്ങനെയുണ്ട്? വണ്ടി എങ്ങനെ പെർഫോം ചെയ്യണ്? ഒന്നും അറിയണ്ടല്ലേ, ചുമ്മാ അടിച്ച് നിന്ന് കൊടുക്കുക പോവുക. മെറ്റീരിയൽ നിന്റെ കുണ്ടിക്ക് എങ്ങനെയുണ്ട്? സുഖം? അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ അതേ സ്പോട്ടിൽ തന്നെ ഗൈസ് നമ്മൾ ഇപ്പം വീണ്ടും നിർത്തി. ഇതൊരു അടിപൊളി സ്പോട്ട് തന്നെ എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.